ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസ് എന്താണെന്നുള്ളത് നോക്കാം. സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു ഡീപ്പർ അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേർഷനാണ് എന്ന് നമുക്ക് പറയാം. രണ്ട് ആത്മാക്കളുടെയും ഒരു സോൾ ബന്ധം മാത്രമല്ല, അവർക്കൊരു കോസ്മിക് മിഷൻ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതായത് സ്റ്റാർ സീഡ് എന്നത് ഇവർ ഭൂമിയിൽ ജനിച്ചെങ്കിലും ആത്മാവ് മറ്റൊരു ഹയർ ഡയമെൻഷനിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ സിസ്റ്റത്തിൽ നിന്നും വന്നതാണെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ ഒരു സോള് രണ്ടായി വിഭജിച്ച ഒരു എനർജിയാണ്, അതായത് ഡിവൈൻ മസ്കുലൈനും ഡിവൈൻ ഫെമിനൈനും. അപ്പോൾ സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ അവരുടെ സോൾ കണക്ഷൻ പ്ലസ് അവരുടെ ആ ഒരു ഹയർ കോസ്മിക് ഒറിജിൻ ഉണ്ടായിരിക്കും. ദെൻ സ്പിരിച്വൽ മിഷൻ ഓൺ എർത്ത്, ഇതാണ് അവരുടെ ഒരു രീതി എന്ന് പറയുന്നത്. സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിമിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം എന്ന് പറയുമ്പോൾ അതൊരിക്കലും ഒരു റൊമാൻസ് അല്ല എന്നുള്ളതാണ്, അത് സെക്കൻഡറി ആണ്. ദെൻ റിയൽ പർപ്പസ് എന്ന് പറയുമ്പോൾ അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ വഴി ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഉണ്ടായി പിന്നീട് അത് മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഹീലിംഗ് മേഖല, അതുപോലെ തന്നെ ടീച്ചിങ്, പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യുക, അങ്ങനെ എനർജി വർക്ക്, അങ്ങനെ എനർജി റിലേറ്റഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് വഴി അവർക്കൊരു വലിയ ഒരു സ്പിരിച്വൽ പർപ്പസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഒരു സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിം ജേണി സാധാരണ ഒരു റിലേഷൻഷിപ്പ് പോലെ അത്ര ഒരു സ്മൂത്ത് അല്ല, ബിക്കോസ് അത് അത്രയും ഇൻറ്റൻസും ട്രാൻസ്ഫോർമേറ്റീവും ആണ്. ട്വിൻ ഫ്ലെയിം ജേണിയെ പോലെ തന്നെ ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു മീറ്റിങ്ങും ആ സമയത്തുള്ള ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു അട്രാക്ഷനും എല്ലാം ഉണ്ടാവും. ദെൻ അതിന് ശേഷം ഒരു സെപ്പറേഷൻ ഫേസ് ഉണ്ടായിരിക്കും. ഡാർക്ക് നൈറ്റ് ഓഫ് ദ സോളും അവേക്കണിങ്, ഹീലിംഗ് ത്രൂ ഒക്കെ തന്നെയാണ് സറണ്ടറിങ്ങും ബാലൻസിങ്ങും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആ ഒരു യൂണിയൻ എന്ന് പറഞ്ഞ ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെടുന്നത്. സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച് അവർ 111, 222, അതുപോലെ 1221 അങ്ങനെയുള്ള നമ്പേഴ്സ് തുടർച്ചയായിട്ട് അവർ ഈ നമ്പേഴ്സുകൾ കാണും എന്നുള്ളതാണ്. പിന്നെ അവർക്ക് ഡ്രീംസ് ആയിട്ടുള്ള ഒരു അവേക്കണിങ് വളരെ കൂടുതലായിരിക്കും. അപ്പോൾ സ്റ്റാർ സീഡ് എന്ന് പറയുന്നത് ഇവർ ഭൂമിയിൽ ജനിച്ചു എന്നുണ്ടെങ്കിലും അവരുടെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് ഒരു ഹയർ ഡയമെൻഷനിൽ നിന്നാണ് എന്ന് നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഓൾറെഡി ഒരു മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു താല്പര്യം കൂടുതലും, അതുപോലെ തന്നെ സ്പിരിച്വാലിറ്റിയിലേക്കായിട്ടൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു അട്രാക്ഷനും, ഐ ഡോണ്ട് ബിലോങ് ഹിയർ എന്ന തരത്തിലുള്ളൊരു ഫീലിങ്സും ഒക്കെ സാധാരണയായിട്ട് അവർക്ക് കണ്ടുവരാറുണ്ട്. അപ്പോൾ സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിനെ സംബന്ധിച്ച് പറയുമ്പോൾ അവരിരുവരും കമ്പൈനായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ വരും. അതായത് ഒരു ഹയർ ഒറിജിനുള്ള ഒരു സോൾസ് ആയതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു സോൾ കണക്ഷൻ എന്ന് പറയുന്നത് അതിതീവ്രമായിരിക്കും, ഭയങ്കര ഡീപ്പ് സോൾ കണക്ഷൻ ആയിരിക്കും. സോ അവർക്ക് ഭൂമിയിൽ ഒരു സ്പിരിച്വൽ മിഷൻ എപ്പോഴും ഉണ്ടാകുമെന്നാണ് പറയുന്നത്. ഇവരുടെ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ ഒരു റൊമാൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. അവേക്കണിങ്, ഹീലിംഗ് ആൻഡ് സർവീസ് ടു അതേഴ്സ് എന്നാണ് അവരുടെ ഒരു പർപ്പസ് വരിക. ഇവരുടെ ഈ സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ജേണി വഴി അവരെ അവേക്കണിങ് ചെയ്യുകയും പിന്നീട് അത് സൊസൈറ്റിയിലേക്ക് സ്പ്രെഡ് ചെയ്യുക. അതായത് അവരുടെ മേഖലകൾ വളരെ വിപുലമായിരിക്കാം. ഒരു ടീച്ചർ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരിക്കും അല്ലെ ആ ടീച്ചേഴ്സിൻ്റെ കീഴിൽ. അതുപോലെ ഹീലിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഗ് പർപ്പസ് ആയിട്ട് ചെയ്യുക. അങ്ങനെ പലതരത്തിലുള്ള കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് സൊസൈറ്റീനെ ഒരു നന്മയിലേക്ക് നയിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ സ്റ്റാർ സീഡ്സിൻ്റെ ഒരു ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കാം. ഇവരുടെ ഒരു എർത്ത് മിഷൻ എന്ന് പറഞ്ഞാൽ എപ്പോഴും ലവ്, ട്രൂത്ത്, കമ്പാഷൻ സ്പ്രെഡ് ചെയ്യുക, ആളുകളെയൊക്കെ അവേക്കണിങ് ചെയ്യാനായിട്ട് സഹായിക്കുക, ഇതൊക്കെയായിരിക്കും. ഒരു വലിയൊരു ട്രാൻസ്ഫോർമേഷൻ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുക. എല്ലാ നോർമൽ ട്വിൻ ഫ്ലെയിം ജേണീനെ പോലെ തന്നെയാണ് ഇവിടെയും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള അട്രാക്ഷനും സോൾ ലെവൽ ഫെമിലാരിറ്റീസും ഒക്കെ തോന്നും. ചേസിങ്ങും റണ്ണിങ്ങുമായിട്ടുള്ള എല്ലാ സ്റ്റേജസും പാസ് ചെയ്തതിന് ശേഷം ഒരു ഇന്നർ ബാലൻസിങ്ങിൽ എത്തുമ്പോഴാണ് അവരും ഒരു യൂണിയൻ സ്റ്റേജിലേക്ക് വരുന്നത്. അതിനുശേഷമാണ് അവരവരുടെ പർപ്പസുകൾ കണ്ടെത്തുന്നതും ഒരുമിച്ച് ആ ഒരു പർപ്പസ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്കൊക്കെ എത്തിപ്പെടുന്നത്. ഇപ്പോഴും ഞാൻ പറയാറുള്ള പോലെ എല്ലാ ഇൻറ്റൻസിങ് ആയിട്ടുള്ള ഒരു ലവും ട്വിൻ ഫ്ലെയിംസ് അല്ല. പലതും ഒബ്സെഷനായിട്ടുള്ള ഒരു ട്രോമ ബോണ്ട് പോലെയൊക്കെയാണ് കണ്ടുവരുന്നത്. ബട്ട് സ്റ്റാർ സീഡിനെ കുറിച്ച് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സോൾ കണക്ഷൻ, ഇൻറ്റൻസ് ആയിട്ടുള്ള പല ചലഞ്ചിങ്ങും ഉണ്ടായിരിക്കും. ഡീപ്പായിട്ടുള്ളൊരു ഹീലിംഗ് ആണ് അവർക്ക് നടക്കുക. പർപ്പസ് എന്ന് പറയുന്നത് ഹയർ പർപ്പസ് ആയിരിക്കും ഉണ്ടായിരിക്കുക.
എല്ലാത്തിൻ്റെയും ഒരു ബേസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചൈൽഡ്ഹുഡിലെ ഒരു വൂൺസ് എപ്പോഴും നമ്മൾ ഹീൽ ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ പാസ്റ്റ് കർമ്മകൾ ഉണ്ടായിരിക്കും ഹീൽ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈഗോനെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മുടെ സോളിന് ആ ഒരു അവെയർനെസ് ഉണ്ടാവുക എന്നുള്ളത് ചുരുക്കം. അപ്പോൾ സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു മിഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സിംഗിൾ തിങ്സ് അല്ല, അതൊരു മൾട്ടി ലെയർഡ് ആയിരിക്കും. സെൽഫായിട്ടുള്ളൊരു സെൽഫ്, അതുപോലെ തന്നെ പലതരത്തിലുള്ള കണക്ഷൻ, സൊസൈറ്റിയൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പർപ്പസ് ആവാനാണ് ചാൻസ് കൂടുതൽ. അതായത് കളക്റ്റീവായിട്ടുള്ളൊരു ഹീലിംഗ്, ലോകത്തിനൊരു സേവനം, അതായത് സ്വന്തം കാര്യം മാത്രം നോക്കലല്ലാതെ ഒരു സൊസൈറ്റിയിൽ ഒരു റോൾ എന്താണെങ്കിലും ഉണ്ടായിരിക്കും. അതായത് ആളുകളെ ഇൻസ്പയർ ചെയ്യുക, അല്ലെങ്കിൽ കുറേ അവെയർനെസ് സ്പ്രെഡ് ചെയ്യുക, ഹീലിംഗ് എനർജി ഷെയർ ചെയ്യുക. അതിൻ്റെ എക്സാമ്പിൾസാണ് നേരത്തെ പറഞ്ഞത്. ഒരു സ്പിരിച്വൽ ഗൈഡായിട്ട് പലർക്കും ഗൈഡൻസ് കൊടുക്കുന്ന ഒരു സ്പിരിച്വൽ ഗൈഡൻസ്, അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ക്രിയേറ്റ്, കൗൺസിലിങ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബിഗ് ആയിട്ടുള്ള പർപ്പസ് ആയിരിക്കും അവരെപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ അവരുടെ ഒരു ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് അവരൊരിക്കലും പറയുക മാത്രമല്ല ചെയ്യുക, അവർ അതിലൂടെ ജീവിച്ചിട്ടാണ് ആ ഒരു മെസ്സേജ് കൊടുക്കുക. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ്, ഒതൻറ്റിസിറ്റി, അതുപോലെ അൺകണ്ടീഷണൽ ലവ്, ഇതൊക്കെ അവരുടെ ജീവിതം കൊണ്ടാണ് മറ്റുള്ളവർക്ക് അവർ മെസ്സേജ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ യൂണിയൻ എന്ന് പറയുമ്പോൾ യൂണിയൻ ഉണ്ടെങ്കിൽ അത് സംഭവിക്കും, അല്ലെങ്കിൽ അവർ ചേർന്നിട്ടൊരു മിഷൻ ഫുൾഫിൽ ചെയ്യും, ഒരു പവർഫുൾ എനർജി ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിവിജ്വലായിട്ടും മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. ഒരു സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിൻ്റെ ഒരു സോൾ മിഷൻ എന്ന് പറയുമ്പോൾ നമ്മളത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെൽഫ് ഹീലിംഗ്, ഇന്നർ ബാലൻസിങ്, ടോക്സിക് ആയിട്ടുള്ള പാറ്റേൺസൊക്കെ ബ്രേക്ക് ചെയ്യുക, അതേഴ്സിനെ അവൈക്കണിങ് ചെയ്യുക, ലവ് ആൻഡ് ട്രൂത്ത് സ്പ്രെഡ് ചെയ്യുക എന്നൊക്കെയാണ് നമ്മൾ പറയുക. സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിം എന്ന് പറയുന്നത് ഒരു അനദർ ആയിട്ടുള്ള ഒരു ഹയർ ഡയമെൻഷനിൽ നിന്നും വന്നിട്ടുള്ള സോൾസാണ്. സോ അവർക്കൊരു സോൾ മിഷൻ പ്ലാൻഡ് ആയിട്ടാണ് അവർ ഈ എർത്തിൽ വരുന്നത്. അപ്പോൾ അത് അവർ അവൈക്കണിങ്ങിന് ശേഷം സ്പ്രെഡ് ചെയ്യുകയും ചെയ്യുമെന്നുള്ളതാണ്. ട്വിൻ ഫ്ലെയിംസ് എന്ന് പറയുമ്പോൾ അവരും വളരെ ഹീൽഡായിട്ട് അവർക്കും അവരുടേതായിട്ടുള്ള ഒരു ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഒരുമിച്ചോ ആയിട്ടുള്ള ഒരു മിഷൻ എന്താണെങ്കിലും ഉണ്ടായിരിക്കും. ഓരോ ജേണിയും എപ്പോഴും സ്റ്റാർ സീഡ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ട്വിൻ ഫ്ലെയിംസിൻ്റെ കാര്യത്തിലാണെങ്കിലും ജേണി എന്ന് പറയുന്നത് എപ്പോഴും ഒരേ പാറ്റേൺ ആണെങ്കിലും ഓരോരുത്തരുടെ ജേണിയും യുണീക്ക് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം ഹീൽ ചെയ്യണം, അവർ എന്ത് കർമ്മ കൊണ്ടാണ് ഈ എർത്തിൽ വന്നിട്ടുള്ളത്, ആ കർമ്മയ്ക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ഹീലിംഗ് പ്രോസസ്സും പോവുക. അപ്പോൾ അത് ഓരോരുത്തരുടെയും ഡിഫറെൻ്റ് ആയിരിക്കും എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ നമ്മുടെ ഹീലിംഗിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഡീപ്പായിട്ടുള്ളൊരു സ്പിരിച്വൽ അട്രാക്ഷൻ തോന്നുമെന്ന് പറഞ്ഞതുകൊണ്ട് ഒരിക്കലും ഒരു സന്യാസം അങ്ങനെയുള്ളൊരു കാര്യങ്ങളല്ല ഞാനിവിടെ മെൻഷൻ ചെയ്തത്. നമ്മളുടെ മൈൻഡ് ഹയർ ഡയമെൻഷനിലേക്ക് പോവുക, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങളും കോൺഷ്യസ് മൈൻഡിൻ്റെ കാര്യങ്ങളൊക്കെ ഹീൽ ചെയ്ത് നമ്മളുടെ സോളിന് അത്രയും പ്യൂരിറ്റി കൊടുത്ത് ആ കർമ്മേനെ ക്ലൻസ് ചെയ്തുകൊണ്ട് കഴിയുമ്പോൾ നമുക്കൊരു ബാലൻസ് ഉണ്ടാവും എന്നുള്ളതാണ്. ആ ബാലൻസിൽ നിന്നുകൊണ്ട് ഒരു കൂട്ടം ആളുകളെ അല്ലെങ്കിൽ ഒരു സൊസൈറ്റിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള അവരുടെ ഒരു പർപ്പസ് എന്ന് പറയുമ്പോൾ. അതൊരിക്കലും ഒരു സന്യാസ ജീവിതം മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് എന്ന് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. പലർക്കും പലതരത്തിലുള്ള സോൾ മിഷൻസ് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇത്രയാണ് സ്റ്റാർ സീഡ് ട്വിൻ ഫ്ലെയിംസിനെ കുറിച്ച് പറയാനുള്ളത്. ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു ഡിവൈൻ.